ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അസ്ലം. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്. എടാ, ഗ്യാസ് സോല്യബിൾ ആവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആരുമായിട്ടാടാ സോല്യബിൾ ആവുന്നത്? വാട്ടറുമായിട്ടുള്ള സോല്യബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. മക്കൾക്ക് അറിയാവുന്ന ഗ്യാസസുകളാണ് ആരൊക്കെയാടാ? ഓക്സിജന്, നൈട്രജന്, എക്സെട്ര. അപ്പോൾ ഈ ഓക്സിജനും നൈട്രജനൊക്കെ വാട്ടറുമായിട്ട് സോല്യബിലിറ്റി നടക്കുമോ ഇല്ലയോ എന്നാണ്. യെസ്, നടക്കൂടാ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിനെക്കുറിച്ചാണ്. മക്കൾക്കറിയാം സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയാം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എടാ, സോഡ വാട്ടർ എന്ന് കേട്ടാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അതിൽ വാട്ടർ മാത്രമല്ലത്, അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആടാ. എടാ, നിങ്ങൾക്കറിയാം ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടറിൽ ഇപ്പോൾ സീലായിക്കോട്ടെ, കടലുകൾക്ക് എന്താടാ, അവിടുത്തെ പ്ലാന്റ്സിനും അതിനൊക്കെ ഗ്രോത്ത്, അതിനകത്തുള്ള കടലെന്ന് പറഞ്ഞാൽ ഒരു ലോകമാടാ, ഒരു മായാജാലമാണ് അല്ലേ. ഇപ്പോൾ പോൺസ് ആയിക്കോട്ടെ, റിവേഴ്സ് ആയിക്കോട്ടെ, അവിടെയൊക്കെ എന്തുണ്ടാ, ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്. അവിടെ ആ ഓക്സിജൻ്റെ അളവ് കുറയും ആര് വരുമ്പോൾ? പൊല്യൂഷൻ ഉണ്ടാവുമ്പോൾ. വാട്ടർ പൊല്യൂഷൻ നടക്കുന്ന സമയത്ത് അവിടെ ആ ഓക്സിജൻ്റെ അളവ് എന്ത് ചെയ്യുന്നടാ? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സോഡ വാട്ടറിൽ നടക്കുന്ന എന്താടാ സോല്യബിലിറ്റിയെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. സോഡ വാട്ടറിൽ മക്കൾക്ക് എപ്പോഴും അറിയാം സോല്യൂട്ട് പ്ലസ് അതുപോലെ തന്നെ സോൾവെൻറ്റ്. സൊല്യൂട്ടും സോൾവെൻറ്റും കൂടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടടാ? സൊല്യൂഷൻ കിട്ടുക അല്ലേ. ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ വീഡിയോ പറഞ്ഞതാണ്. ഇനിയല്ലെങ്കിൽ ഇനിയും കണ്ടൻറ്റുകൾ തരാം. എടാ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിലെന്താടാ? അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷനൊക്കെ എൻ്റെ മക്കൾ കേട്ടതാ. അതിൽ കുറഞ്ഞ അളവിലുള്ളതാണ് സൊല്യൂട്ട്, കൂടുതൽ അളവിലുള്ളതാണ് സോൾവെൻറ്റ്. രണ്ടും കൂടിയിട്ടാണ് എന്ത് കിട്ടുക? സൊല്യൂഷൻ കിട്ടുക അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞേടാ, ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ ആരാ മക്കളെ? ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഷുഗർ സൊല്യൂഷൻ എന്ന് കേട്ടാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അതിൽ ഷുഗറുമുണ്ട് വാട്ടറുമുണ്ട്. ഏറ്റവും കുറവുള്ളത് ആരാണ് മക്കളെ? ഷുഗർ അല്ലേ. ഷുഗർ പ്ലസ് ഏറ്റവും കൂടുതലുള്ള ആരാണ് മക്കളെ? വാട്ടറാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് മക്കളെ സോൾവെൻ്റ് എന്ന് പറയുക. സോ മക്കൾക്കറിയാം ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടറാണ് കൂടുതലുള്ളത്. ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കുറവല്ലേ. കുറവുള്ളതിനെ നമ്മൾ എന്താടാ പറയുക? സൊല്യൂട്ട് എന്ന് പറയും. ഇനി എൻ്റെ മക്കളെ ടീ, എന്താ മക്കളെ ടീ എന്ന് പറഞ്ഞാൽ അല്ലേ? ചായ അല്ലേ. ടീയിൽ എന്താ ഉള്ളത് മക്കളെ? കൂടുതൽ. ടീ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ് മക്കളെ? വാട്ടറാണ്. ആ ഏത് ഹോട്ട് വാട്ടർ ആയിക്കോട്ടെ, അതിലേക്ക് കുറഞ്ഞ അളവിലാണ് നമ്മൾ ടീ പൗഡർ ഇടുക അല്ലേ. ടീ പൗഡർ. അപ്പോൾ ടീ പൗഡർ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും വാട്ടർ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റുമാണ്. രണ്ടും കൂടിയിട്ടാണ് എന്ത് കിട്ടുന്നത്? ടീ കിട്ടുന്നത് അല്ലേ. എന്നാൽ എൻ്റെ മക്കൾ അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കടാ, ഉഷാറാക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കടാ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ഗ്യാസ് പ്ലസ് വാട്ടർ എന്ന് പറഞ്ഞാൽ H2O. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് മക്കൾ നമുക്ക് സോഡ വാട്ടർ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഉഷാറായിട്ട് പറഞ്ഞേടാ, ഗ്യാസ് ഏത് ഗ്യാസാണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാടാ. കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. സോഡ പൊട്ടിക്കുമ്പോൾ പുറത്തോട്ട് വരുന്നതാണ് മക്കളെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിലെന്തുണ്ടാ? വാട്ടർ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ടാണ് മക്കളെ നമുക്ക് എന്ത് കിട്ടുക? സോഡ വാട്ടർ കിട്ടുക അല്ലേടാ. അപ്പോൾ സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്. അതിൽ റിയാക്ഷൻസിൽ പങ്കെടുത്തവർ സൊല്യൂട്ടുമുണ്ട് സോൾവെൻറ്റുമുണ്ട്. ആരാണ് മക്കളെ സൊല്യൂട്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആരാണ് മക്കളെ സോൾവെൻറ്റ്? വാട്ടറാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി മിക്സ് ആയിട്ടാണ് നമുക്ക് സോഡ വാട്ടർ കിട്ടുക അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും രണ്ടും കൂടി മിക്സ് ആയാൽ കിട്ടുന്നത് എന്താടാ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് അല്ലേ, അത് സോല്യബിളായി പോവാടാ, ആരുമായിട്ട്? വാട്ടറായിട്ട് മാറുകയാണ്. അപ്പോൾ സോല്യബിലിറ്റി ഓഫ് ഗ്യാസസിനെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായിട്ട് സോല്യബിൾ ആണ് മക്കളെ? വാട്ടറുമായിട്ട് സോല്യബിൾ ആവുകയാണ്. അപ്പോൾ നമുക്കൊരു ആസിഡ് കിട്ടും. ആ ആസിഡിൻ്റെ നെയിം എന്താ? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എടാ, പെട്ടെന്ന് പറഞ്ഞേടാ. ഇവിടെ കിട്ടുന്ന ആസിഡിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് കാർബോണിക് ആസിഡ് എന്നാണ് വിളിക്കുക. എന്താ മക്കളെ വിളിക്കുക? കാർബോണിക് ആസിഡ്. അപ്പോൾ ഈ കാർബോണിക് ആസിഡിൻ്റെ ഫോമേഷൻ നമുക്കൊന്ന് പറയാം. എന്താടാ പറഞ്ഞോ? ഇവിടുത്തെ ഫസ്റ്റും അപ്പോൾ എന്താടാ? H2C. അപ്പോൾ എന്ന് പറഞ്ഞേടാ H2C. ഓക്കെ. അപ്പോൾ ഇനി പറയാനുള്ളത് ഇവിടുത്തെ ലാസ്റ്റും. എടാ 2 +
O3 എന്താ O3. അപ്പം നമുക്ക് കിട്ടുന്ന ആസിഡ് എന്താടാ H2CO3 എന്നാണ്. അപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എടാ സോഡയിൽ എന്താ ഉള്ളത്? വെള്ളമല്ലേ. വെള്ളത്തിലേക്ക് ഒഴിക്കുന്ന ഗ്യാസ് എന്താടാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നല്ല പ്രഷർ കൊടുക്കുകടാ. വാട്ടറിലേക്ക് നല്ല പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താടാ? ഇവിടുത്തെ ഫസ്റ്റും അപ്പം എന്താടാ കിട്ടുക? H2C എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ ലാസ്റ്റും എടാ രണ്ടും ഒന്ന് എത്രടാ? 3 അപ്പോൾ H2CO3 എന്നാണ് കിട്ടുക. ഈ H2CO3 എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുന്ന പേരാണ് മക്കളെ കാർബോണിക് ആസിഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? കാർബോണിക് ആസിഡ്, മറക്കരുത്. സോഡ വാട്ടറുള്ള ആസിഡ് ഏതാണെന്ന് തന്നെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ കാർബോണിക് ആസിഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനിയടാ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ് ആരാന്ന് തന്നെ മക്കൾക്കറിയാം. വിച്ച് ഗ്യാസ് ഈസ് ടു ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് എന്ന് മക്കളോട് ചോദിക്കുകയാണെങ്കിൽ നൈട്രജൻ ആണ്. നൈട്രജൻ എന്തായിട്ടാടാ? ലൈറ്റ്നിങ്ങും തണ്ടറിങ്ങും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മഴവെള്ളത്തിൽ ലയിച്ചിട്ടാണ് നൈട്രജൻ മണ്ണിലേക്ക് എത്തുക. അതെത്തുന്നത് നൈട്രിക് ആസിഡ് ആയിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗ്യാസസുകൾ ആരുമായിട്ട് സോല്യൂബിൾ ആവുടാ? വാട്ടറുമായിട്ട് സോല്യൂബിൾ ആവും. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി റിയാക്ഷൻ നടന്നിട്ട് ഒരു ആസിഡ് കിട്ടി. ആ ആസിഡിൻ്റെ പേരെൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. ആരാടാ? കാർബോണിക് ആസിഡ്. എടാ നൈട്രിക് ആസിഡ് വാട്ടറുമായിട്ട് കൂടി ചേർന്നാൽ നൈട്രിക് ആസിഡ് കിട്ടും. ഒന്ന് ഓർത്ത് വെച്ചോ. പിന്നെ നമ്മുടെ കടലുകളിലൊക്കെ എന്താടാ? ഓക്സിജൻ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയാടാ ഇന്നത്തെ ടോപ്പിക്ക്. മക്കൾക്ക് ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇവിടെ നിന്നുള്ള ഗ്യാസ് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്യാസ് റിയാക്ട് വിത്ത് ആരാടാ? വാട്ടറാണ്. അപ്പോൾ കിട്ടിയ ആസിഡ് ഏതാടാ? കാർബോണിക് ആസിഡ് ആണ്. പഠിച്ചു വെക്കുക. ഇനിയും ഒരുപാട് വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ള ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ മക്കളോട് പറയാനുള്ളത് എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് അഥവാ CBSE കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പവർ ബാച്ച് എന്ന് പറയാം. പവർ ബാച്ച് ഈസ് എ സൂപ്പർ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? താഴെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. നിങ്ങൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് August 17 മാത്സിൻ്റെ ബേസിക് ആയിക്കോട്ടെ, ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിക്കോട്ടെ, ഹിന്ദി ബേസിക്സ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി തരാവുന്നതാണ്. മക്കൾ ജോയിൻ ചെയ്യാനുള്ളവരെന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിലുണ്ട് അതിൻ്റെ ലിങ്ക്. ജോയിൻ ചെയ്യുക. മാത്രമല്ല ഫോളോ ദ ചാനൽ എന്ത് ചെയ്യടാ? ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അസ്ലം സാറുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, മിന്നൽ മാഷ്, അതും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ബൈ.